Welcome to Sajwa's world. ഒരു അടിപൊളി ബൂസ്റ്റ് കേക്ക് തയ്യാറാക്കിയാലോ. ആദ്യം തന്നെ അതിനായിട്ടൊരു മിക്സിയുടെ ജാറാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാര ഇട്ടതിന് ശേഷം അതിലേക്ക് 4 കോഴിമുട്ടയാണ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ 2 പാക്കറ്റ് ബൂസ്റ്റാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. ആ ബൂസ്റ്റാണ് ഈ കേക്കിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഉള്ളത്. അതിലേക്ക് നമ്മൾ 1/4 സ്പൂൺ പട്ട പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. 2-3 മിനിറ്റ് അരച്ചെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് അരക്കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം നമ്മൾ അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ്, അരക്കപ്പ് പഞ്ചസാര, അരക്കപ്പ് ഓയിൽ, 1 കപ്പാണ് മൈദ എടുക്കുന്നത്. ആ മൈദ ഇട്ട് കൊടുത്തത് അതിലേക്ക് നമ്മൾ ഒരു നുള്ള് അപ്പക്കാരം, ഒരു 1/4 സ്പൂണിൻ്റെ അടുത്ത് അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പക്കാരം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത്, കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഒരു കട്ട പോലെ ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വെച്ച പാത്രത്തിലേക്ക് എണ്ണ തേച്ച് കൊടുത്തിട്ട്, ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം, അല്ലാണ്ട് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട. തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മിക്സാക്കി വെച്ച കൂട്ട് അതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറു തീയിലിട്ടിട്ട് ഒരു 25 മിനിറ്റ് ഇത് കുക്ക് ചെയ്തിക്കുകയാണെങ്കിൽ നമ്മൾ അടിപൊളി ബൂസ്റ്റ് കേക്ക് തയ്യാറാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ടീ കേക്ക് മുറിക്കുന്ന മാതിരി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്സിനൊക്കെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയൊരു ബൂസ്റ്റ് കേക്ക്. ഇത് ഉണ്ടാക്കി ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുക. അത്രക്കും ടേസ്റ്റാണ് ഇതിന്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.